Okay, so two major upcoming phones are varan പോകുന്നത്. ഒന്നാണ് പോക്കോയുടെ Poco F3 GT, second ആണ് OnePlusന്റെ OnePlus Nord 2. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് രണ്ട് സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാക്കാം എന്നാണ്. പക്ഷേ ഈ രണ്ട് ഫോൺസും കോമ്പറ്റീറ്റർ ഫോൺസ് ആണ്. ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻ സെയിം പ്രൈസ് റേഞ്ചിൽ വരാൻ പോകുന്ന രണ്ട് ഫോൺസ് ആണ്. രണ്ട് കമ്പനികളുടെ രണ്ട് ഫോൺസ് ആണ് ഈ രണ്ട് ഫോൺസും. സോ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വീഡിയോയിൽ കാണാം, ഒരു കമ്പാരിസൺ ആയിട്ട് കാണാം. സോ സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ മാത്രമാണ്, ഒരു കമ്പാരിസൺ ആൻഡ് അനാലിസിസ് മാത്രമാണ്. ഇത് ഫോൺസിൻ്റെ ഫൈനൽ കമ്പാരിസൺ ഒന്നുമല്ല, കാരണം നമ്മുടെ കയ്യിൽ രണ്ട് ഫോൺസും വന്നിട്ടില്ല. ഓക്കെ, സോ ഇതൊരു സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, വാട്ട് ഓൾ ക്യാൻ വി എക്സ്പെക്റ്റ്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോൺസും തീർച്ചയായിട്ടും പ്രീമിയം ഡിസൈൻ, പ്രീമിയം ബിൽഡിലായിരിക്കും വരുന്നത്. ഫ്രണ്ട് ബാക്കും ഗ്ലാസ് ഉണ്ടാവും. എന്തായാലും ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ബാക്കിൽ എനിക്കറിയില്ല, ഷുവർലി അറിയില്ല, വന്നാൽ കൊള്ളാം. പക്ഷേ എന്തായാലും ഗ്ലാസ് ബിൽഡ് ആയിരിക്കും, ദാറ്റ്സ് ഫോർ ഷ്യൂർ. സോ രണ്ട് ഫോൺസിൻ്റെയും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ഉണ്ടാവും, ദാറ്റ്സ് ഫോർ ഷ്യൂർ. പോക്കോ F3 GTയിൽ മെറ്റാലിക് ഫ്രെയിം വരുന്നുണ്ട്, ദാറ്റ്സ് ഫോർ ഷ്യൂർ. കാരണം K40 ഗെയിമിംഗ് എഡീഷനിലും മെറ്റാലിക് ഫ്രെയിം ഉണ്ടായിരുന്നു, സോ ഇതിലും കാണും. പക്ഷേ OnePlus Nord 2ൽ ഐ എം നോട്ട് ഷ്യൂർ. OnePlus Nordൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആയിരുന്നു, സോ ഇത്തവണയും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം വരാനുള്ള ചാൻസ് ഉണ്ട്. മെറ്റൽ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, കുറച്ചും കൂടി ഒരു പ്രീമിയം സ്റ്റേർഡി ബിൽഡ് കിട്ടും. പക്ഷെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ എന്തായാലും വ്യത്യാസം ഉറപ്പാണ്, അതാണ് ഇൻ ഹാൻഡ് ഫീൽ. സോ OnePlus Nord 2 ഒരു ലൈറ്റ് വെയിറ്റ് ഫോൺ ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് കോമ്പാക്ട് ഫോൺ ആയിരിക്കും. 6.43 ഇഞ്ചിൻ്റെ ആയിരിക്കും ഡിസ്പ്ലേ ഒക്കെ വരും. സോ ഒരു കോമ്പാക്ട് ഫോൺ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ 180 ഗ്രാമിൻ്റെ താഴെ ഉണ്ടാവും വെയിറ്റ്, ദാറ്റ്സ് ഫോർ ഷ്യൂർ. ഓൾമോസ്റ്റ് അറൌണ്ട് 180 ഗ്രാം ആയിരിക്കും. സോ ഒരു ലൈറ്റ് വെയിറ്റ് ഫോൺ ആയിരിക്കും OnePlus Nord 2. അറ്റ് ദ സെയിം ടൈം Poco F3 GT കുറച്ചും കൂടി ഹെവി ഫോൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പോക്കോ X3ൻ്റെ ആ ലെവലിലുള്ള ഹെവി അല്ല, 225 ഗ്രാമൊന്നും അല്ല, സ്റ്റിൽ ഒരു 208 ഗ്രാമൊക്കെ ഉണ്ടാവും. കാരണം ഒരു ഗെയിമിംഗ് ഫോണാണ്. നോർമലി ഗെയിമിംഗ് ഫോൺസ് ഹെവി ആൻഡ് ബൾക്കി ഫോൺസ് ആയിരിക്കും, കാരണം വലിയ ബാറ്ററിയൊക്കെ വെക്കണമല്ലോ. OnePlus Nord 2 കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ബേസ്ഡ്, ക്യാമറ ബേസ്ഡ് ഫോൺ ആയിരിക്കും OnePlus Nord 2. അതേ സമയത്ത് Poco F3 GT ഒരു ഗെയിമിംഗ് ഫോണാണ്, ഫുൾ ഫ്ലെക്സ്ഡ് ഗെയിമിംഗ് ഫോണാണ്. കാരണം അതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ നല്ല അർഗണോമിക്കലി ഉണ്ടാക്കിയ ഷേപ്പാണ്. എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത്, ഗെയിമിംഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് PUBG ആണെങ്കിലും ഫ്രീ ഫയർ ആണെങ്കിലും നമ്മുടെ COD ആണെങ്കിലും ഇങ്ങനെ പിടിച്ചാണ് നമ്മൾ കളിക്കുന്നത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ Poco F3 GT കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും ഹോൾഡ് ചെയ്യാൻ. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ഷോൾഡർ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്, സോ ദാറ്റ് ഈസ് ഗുഡ്. ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്തായാലും ഫോർ ഷ്യൂർ രണ്ട് ഫോൺസിലും OLED ഡിസ്പ്ലേ ഉണ്ടാവും, ദാറ്റ്സ് ഫോർ ഷ്യൂർ. പക്ഷേ Poco F3 GTൻ്റെ ഡിസ്പ്ലേ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആയിരിക്കും. 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, OLED ഡിസ്പ്ലേ ആയിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. സോ ദാറ്റ്സ് റിയലി ഗുഡ്, എസ്പെഷ്യലി ഫോർ ഗെയിമേഴ്സ്. സോ ബേസിക്കലി ടച്ച് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് ടച്ച് സാമ്പിളിംഗ്. 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് എന്നൊക്കെ പറയുമ്പം വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ HDR10+ൻ്റെ ഫീച്ചറൊക്കെ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. 10 ബിറ്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ 1 ബില്യൺ കളേഴ്സ് ഷോ ചെയ്യും, അതാണ് ബേസിക്കലി 10 ബിറ്റ് ഡിസ്പ്ലേ. അങ്ങനെ ഭയങ്കരമായ ഒരു സംഭവമൊന്നുമല്ല, പക്ഷേ സ്റ്റിൽ ഒരു അഡീഷണൽ ഫീച്ചറാണ്. അതേ സമയത്ത് Nord 2ൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ നിങ്ങൾക്ക് Nord 1 ഓർമ്മ വരും. ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആയിരിക്കും. 6.43 ഇഞ്ചിൻ്റെ 90 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന HDR10+ ഫീച്ചറുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും. വീഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോൺസിലും നല്ല കിടിലൻ ഡിസ്പ്ലേസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഡിസ്പ്ലേ Poco F3 GTയിലായിരിക്കും. ഈ രണ്ട് ഫോൺസിലും എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് വരുന്നത്. അതാണ് MediaTekൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ MediaTek Dimensity 1200 5G ചിപ്സെറ്റ് ആണ്. നല്ലൊരു ചിപ്സെറ്റ് ആണ്. നമ്മൾ റീസെൻ്റ്ലി അൺബോക്സ് ചെയ്ത Oppo Reno 6 Proയിലുള്ള അതേ ചിപ്സെറ്റാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫോണിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് വ്യത്യാസം വരും, ഓപ്റ്റിമൈസേഷനിൽ വ്യത്യാസം വരും. കാരണം Poco F3 GT ഒരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ AnTuTu സ്കോർ കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഫോണിൽ. ഇവിടെ Nord 2 നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നോർമൽ യൂസേജിന് വേണ്ടിയാണ്. ഗെയിമിംഗ് ഇതിലും പറ്റും, പക്ഷേ ഒരു ഗെയിമിംഗ് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്റ്റിമൈസേഷൻ വേറെ ആയിരിക്കും. ഇവിടെ നമ്മുടെ OnePlus Nord 2ൽ ക്യാമറ ഇമ്പോർട്ടൻസ് ഉണ്ടാവും, സോഫ്റ്റ്വെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും, ബാറ്ററി പെർഫോമൻസിന് വേണ്ടിയുള്ള ഓപ്റ്റിമൈസേഷൻ, ഇതൊക്കെ ആയിരിക്കും മെയിൻ പോയിന്റ്. അതേ സമയത്ത് Poco F3 GTയിൽ പെർഫോമൻസ് ആയിരിക്കും മെയിൻ. സോ ഏറ്റവും കൂടുതൽ പെർഫോമൻസ്, സ്റ്റേബിളായ പെർഫോമൻസ്, പക്ഷേ മാക്സിമം പെർഫോമൻസ് വിത്ത് സ്റ്റെബിലിറ്റി, അതായിരിക്കും പോക്കോൻ്റെ മെയിൻ ഉദ്ദേശം. സോ സെയിം ചിപ്സെറ്റ് ആണെങ്കിലും വേറെ രീതിയിലുള്ള ഓപ്റ്റിമൈസേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5G ചിപ്സെറ്റ് ആയതുകൊണ്ട് രണ്ട് ഫോൺസും 5G സപ്പോർട്ട് ചെയ്യും. പക്ഷേ
OnePlusന്റെ ഫോൺ ആയതുകൊണ്ട് ചെറിയൊരു ആശങ്കയുണ്ട്. OnePlusന്റെ റീസെൻ്റ്ലി ഇറങ്ങിയ OnePlus 9 സീരീസ്, അതായത് OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് പുറത്തിറക്കിയപ്പോൾ ചവർ പോലെ 5G ബാൻഡ്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 1-2 5G ബാൻഡ്സ് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും വിചാരിച്ചത് 5G വന്നു കഴിഞ്ഞ് ഒരു പുതിയ അപ്ഡേറ്റ് വരും, ആ സമയത്ത് ബാക്കി ബാൻഡ്സും ആക്ടിവേറ്റ് ആകും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സോ മേടിക്കുമ്പോൾ കിട്ടുന്ന ബാൻഡ്സ് ആണ് നമുക്ക് കിട്ടുകയുള്ളൂ പെർമനൻ്റ്ലി. ഓക്കെ, സോ അത് സംശയമാണ്. OnePlus Nord C ഇപ്പോൾ ലേറ്റ്ലി ഇറങ്ങിയ OnePlus Nord C 5Gയിലും 1-2 ബാൻഡ് മാത്രമേ ഉള്ളൂ. OnePlus Nordൽ ഒരൊറ്റ ബാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊരു ഇഷ്യൂ ആണ്. പോക്കോൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പോക്കോൻ്റെ ഒരു ഫോൺ മാത്രമേ വന്നിട്ടുള്ളൂ, ഒരു 5G ഫോൺ മാത്രമേ വന്നിട്ടുള്ളൂ ഇതുവരെ ഇന്ത്യയിൽ. ദാറ്റ് ഈസ് പോക്കോ M3 Pro 5G. ആ ഒരു ഫോണിൽ 5 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പോക്കോ F3 GT UFS 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, OnePlus Nord 2ലും UFS 3.1 തരാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ എന്തായാലും റാം ടൈപ്പ് LPDDR4X റാം ആണ്. എന്തുകൊണ്ട് LPDDR5 കിട്ടുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ സംഭവമാണ് ആ ഒരു ചിപ്പ്. അതായത് MediaTekൻ്റെ Dimensity 1200 ചിപ്സെറ്റ് LPDDR5 റാം സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4X വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം MediaTekൻ്റെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റാണ് 1200 ചിപ്സെറ്റ്. സോ തീർച്ചയായിട്ടും ആ ഒരു LPDDR5ൻ്റെ സപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ വരുന്നില്ല. ഈ രണ്ട് ഫോൺസും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11 സപ്പോർട്ട് ചെയ്യും, ദാറ്റ്സ് ഫോർ ഷ്യൂർ. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അതായത് UIൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഫോൺസ് ആയിരിക്കും ഈ രണ്ടും. പോക്കോയിൻ്റെ ലോഞ്ചർ ഉണ്ടാവും വിത്ത് MIUI 12.5. സോ ഔട്ട് ഓഫ് ദ ബോക്സ് MIUI 12.5 വരും. അതേ സമയത്ത് OnePlus Nord 2ൽ OxygenOS 11 ഉണ്ടാവും. OnePlus പറയുന്ന അനുസരിച്ച് OnePlus Nord 2ന് 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം വരുമ്പോൾ ആൻഡ്രോയിഡ് 11 ആയിരിക്കും, പിന്നെ ആൻഡ്രോയിഡ് 12 ഈസ് ഓൾമോസ്റ്റ് റെഡി. സോ ആൻഡ്രോയിഡ് 12ഉം ആൻഡ്രോയിഡ് 13 അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. പ്ലസ് 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. നെക്സ്റ്റ് നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പോക്കോ F3 GTയിൽ വരാൻ പോകുന്നത്. 64 മെഗാ പിക്സൽ പ്ലസ് 8ൻ്റെ അൾട്രാ വൈഡ്, പിന്നെ 2ൻ്റെ മാക്രോ. OnePlus Nord 2ൻ്റെ പ്രൈമറി ക്യാമറ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. 50 മെഗാ പിക്സലിൻ്റെ സോണി IMX766 സെൻസറാണ് ഇതിൽ വരാൻ പോകുന്നത്. നമ്മൾ ഈ വർഷം കണ്ട ഓപ്പോൻ്റെ ഓപ്പോ Find X3 ഉണ്ടായിരുന്നുണ്ട്, അതിലുണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം ക്യാമറ സെൻസറാണ് ഇവിടെയും വരാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ സെൻസർ വരുന്നുണ്ട്. OnePlus Nordലും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ സെൻസർ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് കിട്ടിയില്ലായിരുന്നു. ഇവിടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. OnePlus Nord 2ലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. സോ 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ പ്ലസ് 8+2 വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ് നോക്കാം. സോ പോക്കോ F3 GT ബേസിക്കലി Redmi K40 ഗെയിമിങ്ങിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. സോ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ബാറ്ററി ഇവിടെയും വരും. സോ ആ ബാറ്ററിയാണ് 5060 mAhൻ്റെ ബാറ്ററി. 67 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേ സമയത്ത് OnePlus Nord 2ൽ ഇത്രയും ബാറ്ററി ഉണ്ടാവില്ല, കാരണം വെയിറ്റ് ഒരു സംഭവമാണല്ലോ. സോ വെയിറ്റ് കുറച്ചിട്ടാണ് ഇവരുണ്ടാക്കുന്നത് OnePlus എന്ന ബ്രാൻഡ്. അവരുടെ ഫോൺസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും 4500 mAhൻ്റെ ബാറ്ററി പ്രതീക്ഷിക്കാം. വിത്ത് 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ OnePlus Nordൽ 30 ആയിരുന്നു, OnePlus Nord Cയിലും 30 ആയിരുന്നു. OnePlus Nord 2ൽ അപ്ഗ്രേഡ് വരാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഹോപ്പ്. ഇനി OnePlus ഈ 65 വാട്ട് ഓൺലി ഫോർ ഫ്ലാഗ്ഷിപ്പ് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടത്തില്ല. ലെറ്റ്സ് ഹോപ്പ്, ലെറ്റ്സ് സി. പോക്കോ F3 GTയിൽ എന്തായാലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, ദാറ്റ്സ് ഫോർ ഷ്യൂർ. കാരണം Redmi K40 ഗെയിമിംഗ് എഡിഷനിൽ ആ ഒരു സംഭവമില്ല. സോ നോ ഹെഡ്ഫോൺ ജാക്ക്. പക്ഷേ നല്ല സ്പീക്കർ സെറ്റപ്പ് ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട് വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഉണ്ട്. ഹൈ ഫിഡലിറ്റി സ്പീക്കേഴ്സാണ്. സോ നല്ല ഒരു സ്പീക്കർ പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഫ്രോം പോക്കോ F3 GT. സോ ദാറ്റ്സ് ഗുഡ്. OnePlus Nord Cയിൽ അവർ ആ ഒരു സംഭവം തിരിച്ചു കൊണ്ടുവന്നിരുന്നു, ഹെഡ്ഫോൺ ജാക്ക്. പക്ഷേ OnePlus Nord 2ൽ അത് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ അതും ഐ എം നോട്ട് ഷുവർ. മിക്കവാറും ബോട്ടം ഫയറിംഗ് സിംഗിൾ സ്പീക്കേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. OnePlus Nord 2ൽ എന്തായാലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവും. പക്ഷേ ഇവിടെ പോക്കോ F3 GTയിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പക്ഷേ അതേ സമയത്ത് പോക്കോ F3 GTയിൽ IR ബ്ലാസ്റ്ററിൻ്റെ ഫീച്ചർ വരും. പിന്നെ ആ ഒരു ഷോൾഡർ ബട്ടൺ, ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ഷോൾഡർ ബട്ടൺസ് വരും. നെക്സ്റ്റ് നമുക്ക് പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി നോക്കാം. സോ OnePlus Nord 2ൻ്റെ ലോഞ്ച് ഡേറ്റ് ഫിക്സ് ആണ്. ഓക്കെ, ജൂലൈ 22 ആണ് OnePlus Nord 2ൻ്റെ ലോഞ്ച് ഡേറ്റ്. പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 28,999 29,999 ആയിരിക്കും. OnePlus Nordൻ്റെ പ്രൈസ് പ്രതീക്ഷിക്കരുത്. It's not going to happen. So ഒന്നെങ്കിൽ 28,999 29,999 ഈവൻ 30ൻ്റെ മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പോക്കോ F3 GTൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് മിക്കവാറും OnePlus Nordനെക്കാളും താഴെയായിരിക്കും. നോർമലി പോക്കോ ഫോൺസ് പ്രൈസ് അഗ്രസീവ് ആണ്. സ്റ്റിൽ പോക്കോൻ്റെ ഹെഡ് പറഞ്ഞതനുസരിച്ച് 25ൻ്റെ താഴെ ഒന്ന് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഫോർ ഷുവർ.
25-ന് താഴെ പ്രതീക്ഷിക്കാൻ പാടില്ല. അണ്ടർ 30,000 എന്തായാലും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും പോക്കോ F3 GTൻ്റെ. നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് കൂടുതൽ എക്സൈറ്റഡ്? പോക്കോ F3 GT ആണോ അത് OnePlus Nord 2 ആണോ? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നത്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.